എന്നാലല്ലേ കോഴിക്കോടിന് അതിൻ്റെതായ സംസ്കാരം ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. ഞാനൊക്കെ എൻ്റെ മക്കളൊക്കെ ഉള്ള കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്നാലേ 8 മണിക്ക് പോലീസിൻ്റെ വിസിൽ കേൾക്കും. അതോടെ നമ്മളെല്ലാം എഴുന്നേറ്റിട്ട് ഇവിടുന്ന് പതുക്കെ ഇവിടുന്ന് പോവായിരുന്നു. അന്നൊക്കെ രാത്രിയിലെ 1-2 കൊലപാതകങ്ങളൊക്കെ നടക്കും ബീച്ചിൽ. ഇന്നതൊക്കെ പോയി. അതെങ്ങനെയായിരിക്കും? മനുഷ്യനകത്ത് കുറ്റവാസന കൂടുന്നതും അതുപോലെ മാലിന്യം കൂടുതലുണ്ടാവുന്നതും ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമാണ്. ദാരിദ്ര്യത്തിന് അറുതി വരുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ അളവ് കുറയും. ആധുനിക കുറ്റകൃത്യം വേറെ തരത്തിൽ കൂടുമായിരിക്കും. പക്ഷേ എന്നാലും ആ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുത്താൻ ഈ കേരളം ഭരിച്ച സർക്കാരുകൾക്ക് സാധിച്ചു എന്നതാണ് വാസ്തവത്തിൽ കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ബീച്ച് പോലത്തെ സ്ഥലത്ത് അത് കുറയാനുള്ള പ്രധാന കാരണം. രണ്ടാമതായിട്ട് നമ്മൾ കൊടുത്തൊരു സ്വാതന്ത്ര്യവും ഇതുപോലത്തെ സ്ഥലങ്ങളും. പണ്ട് അവിടെയുടെ കാടുണ്ടായിരുന്നു, ഇപ്പോൾ കാടുണ്ടോ? ഇല്ല. എന്ത് രസത്തിലാണ് മതിലുകളും ഇതുപോലെ നടക്കാൻ സൗകര്യവും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് വരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യവും കൊടുക്കുകയും മനുഷ്യത്വപരമായി പെരുമാറുകയും ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന പോലീസുകാരിൽ പോലും മാറ്റം ഉണ്ടാവുകയാണ്. ചെറിയൊരു കാര്യം കാണുമ്പോഴേക്കും അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് തല്ല് അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ സൗഹാർദ്ദത്തോടെ സംസാരിച്ച് മനസ്സിലാക്കി അങ്ങനെ ഒരു നല്ല ഒരു ബാലൻസാണ് ശരിക്കും ഇവിടെ കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ചെറിയൊരു കല്ല് വീണാൽ ആ ബാലൻസ് തെറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന പോലെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഒക്കെ വലിയ ദാരിദ്ര്യമൊന്നും ഇല്ലാതെ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയട്ടെ. കോഴിക്കോടിൻ്റെ ഒരു കൾച്ചർ തന്നെ അതല്ലേ, എല്ലാവരെയും സഹായിക്കുന്ന വലിയ ഒരു കൾച്ചറുള്ള ഒരു ദേശമാണ് നമ്മുടെ ഈ കോഴിക്കോട് നഗരം. ഈ കോഴിക്കോട് നഗരത്തിലേക്ക് കോഴിക്കോടുള്ളവർ തന്നെ ഇവിടെ കൂടുതൽ താമസിക്കട്ടെ. ഇവിടെ ഉള്ളവരൊക്കെ ഓടിപ്പോയാൽ നമ്മുടെ കൾച്ചർ ഇല്ലാണ്ടാവും. നേരല്ലേ അത്? അവരൊക്കെ ഇവിടെ താമസിക്കണം എന്നാണ് ഞാൻ വിചാരിക്കണം.